ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സാധനം കൂടി കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതായിരിക്കുമെന്ന്. വന്നപ്പോൾ ഒരു ചാക്കുമായിട്ടാണ് വന്നത്. ചാക്കിനകത്ത് എന്താണെന്ന് ചതഞ്ഞ് നോക്കിയപ്പോഴാണ് വാഴക്കായും വാഴക്കൂമ്പും ഒക്കെ ആയിരുന്നു. ഒരു കൂമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അത് ഞാൻ ഇവിടെ തന്നെ തോരൻ വെക്കാൻ എടുത്തു. പിന്നെ വാഴക്കായ കുറച്ച് ഞാൻ എടുത്തിട്ട് ബാക്കി മൊത്തം അങ്ങ് ലങ്കറി കൊടുത്തു വിട്ടു. അവിടെ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കുമായിരിക്കും. അങ്ങനെ അവിടെ കൊടുത്തു വിട്ടു. അങ്ങനെ കൂമ്പ് തോരൻ വയ്ക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഉച്ചക്കത്തേക്ക് അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൂമ്പ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് തന്നെ എല്ലാം പൊളിച്ചെല്ലാം അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക. പൊളിച്ച് അവസാനം ഒരു ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നന്നായിട്ട് അങ്ങ് വെള്ളം വന്നതിൻ്റെ ശേഷവും വെള്ളയും കുറേ അങ്ങ് പൊളിച്ച് കളഞ്ഞിരുന്നു. എനിക്കും അറിഞ്ഞൂടാ, ആൾക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് കുറേ അങ്ങ് പൊളിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെച്ചിട്ടാണ് തോരൻ വെച്ചത്. പിന്നെ ഞാൻ പയറും ഒക്കെ ഇട്ടിട്ടാണ് തോരൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞറിഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് മസാലയൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ടിടും. അങ്ങനെ അതെല്ലാം ചെയ്ത് അങ്ങനെ വാഴക്കൂമ്പിൻ്റെ തോരനൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ കോളിഫ്ലവറൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കിഴങ്ങും ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചെയ്തതാണ്. അങ്ങനെ വാഴക്കായയുടെ തോരനും പിന്നെ കിഴങ്ങിൻ്റെ ഒരു മെഴുക്ക് വരട്ടി പോലെയും പിന്നെ കോളിഫ്ലവറും സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി പോലെയൊക്കെ വെച്ചു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനൊരു ഐസ്ക്രീം ഇരുന്ന് കഴിച്ചു. അതും കൂടെ കഴിച്ചതിൻ്റെ ശേഷമാണ് ചോറ് കഴിക്കാനിരുന്നത്. അങ്ങനെ പ്ലേറ്റിലേക്ക് ചോറും കറികളും എല്ലാം എടുത്തിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ആലോചിച്ചത് ടിഫിൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇട്ട് കഴിച്ചായിരുന്നെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് കഴിച്ചായിരുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരുന്നല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാത്രത്തേക്ക് അങ്ങനെ ഇട്ട് വെക്കാമെന്ന്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ രാത്രത്തേക്കെല്ലാം അങ്ങനെ തന്നെ ഇട്ട് വെച്ചു. ടിഫിനകത്തേക്ക് ചോറും കറികളും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അച്ചാറിടാൻ ഞാൻ മറന്നുപോയിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ എല്ലാം പാക്ക് ചെയ്ത് അടച്ചെല്ലാം വെച്ചിട്ട് പിന്നെ തുറന്നിട്ടാണ്, അതായത് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തുറന്നിട്ടാണ് ഞാൻ അച്ചാർ വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ അച്ചാർ കാണത്തില്ല, ഇനി തുറക്കുന്ന സമയത്ത് അച്ചാർ കാണും. അതിൻ്റെ ശേഷം പിന്നെ രാത്രിയിൽ ഞങ്ങൾക്കിവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ കഴിച്ചത്. അന്നേരം പിന്നെ ഒരു ഓംലേറ്റും കൂടി അടിച്ചു. അങ്ങനെ നമ്മുടെ ടിഫിനകത്ത് ചോറും ഒക്കെ കൂടി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു.